അധിക്ഷേപ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ലെന്നും മന്ത്രി. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോവില്ല. പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്ന് മന്ത്രിയുടെ പ്രസംഗം. എല്ലാം മറന്നുല്ലേ? ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. എന്താണ് മന്ത്രി പറയുന്നത്? മന്ത്രി ജനങ്ങളെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചിട്ടാണ് സ്ത്രീകൾ KSRTCയുടെ സൗജന്യ യാത്രയിലേക്ക് പങ്കാളികളാകുന്നത്. അതിന് തള്ളിക്കയറുന്നു എന്നൊക്കെ പറയുക, അഭിനയിക്കുന്നു എന്ന് പറയുക, ഇതൊക്കെ വളരെ അധിക്ഷേപകരമായി പോയി എന്നുള്ളതാണ്. എന്തായാലും ആ പ്രസംഗം അത്ര പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയില്ല. കാരണം സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവർ തള്ളിക്കയറുകയാണ്. ആ സൗജന്യ യാത്ര നിങ്ങൾ കൊടുത്തതല്ലേ? ആ കൊടുത്ത സൗജന്യ യാത്ര ജനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ ഇങ്ങനെയാണോ പറയേണ്ടത്? കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്ന് പോസിറ്റീവായി കാണുന്നതിന് പകരം എന്താ എല്ലാം മറന്നോ? ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറയ്ക്കൽ, എന്താണ് ഗതാഗത മന്ത്രി ഇങ്ങനെ അധിക്ഷേപകരമായൊരു പരാമർശം നടത്താനുള്ള കാരണം? സ്ത്രീകൾ സൗജന്യ ബസ്സിലേക്ക് തള്ളിക്കയറുന്നു എന്നൊക്കെ പറയുന്നത് വളരെ മോശം പ്രയോഗമല്ലേ? അവർക്ക് സൗജന്യ യാത്ര കൊടുത്തത് അതൊരു ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്? അരുൺകുമാർ, ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയായിട്ടുള്ള കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് ജില്ലയിൽ ഇന്നലെ ആരംഭിച്ചിരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. ഇതിനിടയിലാണ്, ഈ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലാണ് മന്ത്രി ഇത്തരത്തിൽ ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ പരാമർശങ്ങൾ നടത്തിയത്. നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നടത്തിയ ഒരു വാഗ്ദാനമായിരുന്നു ഈ പ്രിയദർശിനി സർവീസ് എന്ന് പറയുന്നത്. പിന്നീട് അധികാരത്തിലേറിയ സമയത്ത് തങ്ങൾ അഭിമാനമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞ് ഈ പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ ആവിഷ്കരിക്കുന്നു, പദ്ധതി നടപ്പാക്കുന്നു, സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നു, ആ ബസ്സുകളിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതാ ആ UDF സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ആ പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ടുള്ള സ്ത്രീകളെ പൂർണ്ണമായി അധിക്ഷേപിക്കുകയാണ്. സ്ത്രീകൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളിലെ ഈ പ്രിയദർശിനി ബസ്സുകളിലേക്ക് തള്ളിക്കയറുന്നത് ഈ സൗജന്യം കണ്ടുകൊണ്ടാണ്. പക്ഷേ അവരവരുടെ മക്കളുടെ കാര്യം വരുമ്പോൾ ഈ സ്വകാര്യ സ്കൂളുകളിലേക്ക് മാത്രം അവരെ ചേർത്തി പഠിപ്പിക്കുന്നു. സർക്കാർ സ്കൂളുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കണമെങ്കിലും അതൊന്നും അവർക്ക് വേണ്ട. പകരം മക്കളെ പൂർണ്ണമായും സ്വകാര്യ സ്കൂളുകളിലേക്ക് വിടുകയാണ്. ഒരു ദാരിദ്ര്യ മനോഭാവം സ്ത്രീകൾക്ക് ഇടയിലുണ്ട്. ദാരിദ്ര്യം അഭിനയിക്കുകയാണ് സ്ത്രീകൾ എന്ന രീതിയിലുള്ള, സ്ത്രീകളെ പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റാണ്. ദാരിദ്ര്യം അഭിനയിക്കുകയാണ് എന്ന്. സ്വന്തം കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള സ്വകാര്യ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടാവും. അതിനൊക്കെ നാമമാത്രമായ ഫീസിലേക്ക് ആയിരിക്കുമല്ലോ പഠിപ്പിക്കുക. അതിനെ ദാരിദ്ര്യം അഭിനയിക്കുകയാണ് എന്നൊക്കെയാണോ ഈ ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത്? അതിരുവിട്ട വാക്കുകളാണ് എന്നുള്ളതാണ്. ഇത് ആരെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണ്? സ്റ്റേജിൽ നിന്ന് പക്ഷേ അപ്പൊ കൈയടിയൊന്നും കിട്ടിയിട്ടുമില്ല. അരുൺകുമാർ, അതായത് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ്. ഈ സ്വകാര്യ ബസ് ഉടമകൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ അവർ ഈ പ്രിയദർശിനി ബസ് വന്നപ്പോൾ വലിയ ആശങ്കയിലാണ്. തങ്ങളുടെ ഈ ബസ് മേഖല തകരുമെന്നൊരു ആശങ്കയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിൽ ഈ പ്രിയദർശിനിയിലേക്ക് വരുന്ന ആളുകളെ കണ്ട് നിങ്ങൾ ഭയക്കേണ്ട, അതെല്ലാം ഈ ദാരിദ്ര്യം പിടിച്ച ആളുകളാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഈ മന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. മന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പ്രിയദർശിനി ബസ്സിലേക്ക് വരുന്ന സ്ത്രീകൾ അത് സ്വകാര്യ ബസ്സിനെ വെറുത്തിട്ടോ അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ദാരിദ്ര്യം കൊണ്ടാണ് അവരെല്ലാം ഈ പ്രിയദർശിനി സൗജന്യം അല്ലെങ്കിൽ പ്രിയദർശിനി പദ്ധതി കണ്ടുകൊണ്ട് KSRTCയിലേക്ക് വരുന്നതെന്ന രീതിയിൽ മന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞു പോവുകയാണ്. നോക്കൂ, ഈ സർക്കാർ തന്നെയാണ് സ്ത്രീകളെ ആകെ അവർക്കൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അവരെ എല്ലാം കൈപിടിച്ച് ഈ KSRTCയിലേക്ക് കയറ്റുകയും ചെയ്ത് എന്നിട്ട് അവരെ പൂർണ്ണമായും അവർ ദരിദ്രരാണെന്നും അവർ ദാരിദ്ര്യം അഭിനയിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് പൂർണ്ണമായും അധിക്ഷേപിക്കുകയാണ്. മന്ത്രിയുടെ വാക്കുകൾ അതിരുവിട്ട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ആ വാക്കുകൾ പോയി എന്ന് വേണം പറയാൻ. ഏതായാലും സ്വകാര്യ ബസ് ഉടമകളെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ പോലും ഇത്രയും
ദിവസം ഈ 2 മാസമാവുന്നു ഈ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചിട്ട്. ആ പദ്ധതി സർക്കാരിന് വലിയൊരു ഒരു പദ്ധതിയാണ് എന്ന് കരുതി തങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ KSRTC ബസ്സിൽ കയറിയ ആളുകളെല്ലാം ഇനി എന്താണ് അവർ ചിന്തിക്കുക, എന്താണ് അവർ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ചോദിച്ചു പോകേണ്ടത്. ഏതായാലും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഈ പരാമർശം കൈവിട്ടു പോയിരിക്കുകയാണ്. പൂർണ്ണമായും കേരള സംസ്ഥാനത്തെ ഈ സ്ത്രീകളെ അധിക്ഷേപിച്ചിരിക്കുകയാണ് മന്ത്രി. ഒരു സൗജന്യം നൽകുമ്പോൾ സ്ത്രീകളെല്ലാം അതിലേക്ക് തള്ളിക്കയറുന്നു. ഈ സൗജന്യം കണ്ട് അതെല്ലാം ദാരിദ്ര്യത്തിന്റെ ഭാഗമാണ്, ദാരിദ്ര്യം അഭിനയിച്ചുകൊണ്ടാണ് എന്ന രീതിയിലുള്ള പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. എന്നാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എത്രയും പെട്ടെന്ന് വ്യക്തമാക്കണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളതാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്ന ആവശ്യം. അരുൺകുമാർ, അതിന് വിട്ടുപോയ വാക്കുകളാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു പ്രയോഗം ദാരിദ്ര്യം അഭിനയിക്കുകയാണ് എന്നാണ് ഈ മന്ത്രി പറയുന്നത്. അഭിനയിക്കാൻ മിടുക്കരാണ്, ചെറിയ അഭിനയൊന്നും അല്ല കേട്ടോ എന്നാണ് മന്ത്രി പറയുന്നത്. ഒരിക്കൽ കൂടി മന്ത്രിയുടെ വിവാദമായ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടുവരാം. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. ഇതാണ് പണക്കാരൻ പാവപ്പെട്ടവനായിട്ട് അഭിനയിക്കുകയാണത്രേ. സർക്കാർ ആശുപത്രിയിൽ പോയി വരാന്തയിൽ കിടക്കുന്നവനാണോ സർ അഭിനയിക്കുന്നത്? ഈ ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ അങ്ങ് തന്നെ പറഞ്ഞതനുസരിച്ച് UDF നയമനുസരിച്ച് ദരിദ്രരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ അവരുടെ തൊഴിൽ ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് KSRTC ബസ്സിൽ പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്നവരെ കുറിച്ചാണോ താങ്കൾ അഭിനയിക്കുന്നവരെന്ന് പറഞ്ഞത്? എന്ത് മോശമായ പ്രയോഗമാണ് സാർ. താങ്കൾ ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചയാളല്ലേ? താങ്കൾ CPM ഭാഗമായിരുന്നില്ലേ? അവിടെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അഭിനയിക്കുന്നു എന്ന പ്രയോഗം താങ്കൾക്ക് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? അധികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ ഈ ദരിദ്രരായിട്ടുള്ള മനുഷ്യര് പണക്കാർ പാവപ്പെട്ടവരായി അഭിനയിക്കുകയാണ് എന്ന മട്ടിൽ തോന്നാൻ എങ്ങനെയാണ് അങ്ങേക്ക് സാധിക്കുക?